ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്നുള്ള ഫുഡ് കാര്യങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് ഇളം ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ട്. എനിക്ക് ചായയാണ് കേട്ടോ ആവശ്യം. പിന്നെ എഴുന്നേറ്റ ഉടനെ ചായ കുടിക്കേണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം കുടിക്കും. അപ്പം തന്നെ ചായ കുടിച്ചു. ഇനി ബർത്ത്ഡേക്ക് എനിക്ക് പായസം അത്യാവശ്യം നിർബന്ധമാണ് കേട്ടോ. കുഞ്ഞിലേ മുതൽ എഴുന്നേറ്റ് വരുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് എൻ്റെ ബർത്ത്ഡേ അല്ലേ, പായസം ഇല്ലേ എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഫസ്റ്റ് ജീരകവും ഏലക്കയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കാഷ്യൂ ഒടിച്ചെടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ കൊത്തില്ലേ, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. നെയ്യിലോ വെളിച്ചെണ്ണയിലോ എന്തിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊന്ന് വാടി കിട്ടണം. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. ഉമ്മച്ചീനെ ഏൽപ്പിച്ചു വിട്ടോ. ഉമ്മച്ചി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വാടി ഇനി നമുക്കിത് കോരി എടുക്കാൻ പറ്റും. അതിനകത്തേക്ക് തന്നെ നമുക്ക് ഉണക്കമുന്തിരി വറുക്കാനിടാം. ഇത് കുറച്ച് ടൈം മതിയല്ലോ. നെയ്യിൻ്റെ കുപ്പിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. നെയ്യൊന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഉണക്കമുന്തിരി ബിരിയാണിയിലോ അല്ലെങ്കിൽ പായസത്തിലോ ഒന്നും കിട്ടുന്നത് എനിക്കിഷ്ടമില്ല. കാഷ്യൂ ഒക്കെ ഇഷ്ടമാണ്. ഇതത്ര താല്പര്യമില്ല. പിന്നെ ഒരു രസം എല്ലാവരും ഇടുന്നതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഇടുന്നേ ഉള്ളൂ. ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. കാഷ്യൂം കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യൂം, ജീരകം, ഉണക്കമുന്തിരി, നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, ഏലക്ക, ഇതെല്ലാം കൂടി നമ്മൾ പായസത്തിൻ്റെ മിക്സിലോട്ട് ആഡ് ചെയ്യാണ്. ഈ മിക്സിൽ വന്നിരിക്കുന്നത് നമ്മൾ ഗോതമ്പ് കുറുക്കല്ലേ, ഗോതമ്പ് കുറുക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. ആ രണ്ടാം പാൽ പിഴിഞ്ഞെടുത്തിരിക്കുന്നതിലേക്ക് ഈ ഗോതമ്പ് കുറുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എണ്ണത്തട്ടി നമ്മൾ ഈ മിക്സൊക്കെ ഇട്ടിട്ട് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയൊക്കെ ആഡ് ചെയ്തെടുക്കുക. കളറൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയുടെ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും ഉണ്ടാക്കുന്നത് ഗോതമ്പ് കുറുക്കിൻ്റെ പായസം തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അത് തന്നെയാണ്. നന്നായിട്ട് അതൊന്ന് കുറുകി വന്നു തുടങ്ങി. ബർത്ത്ഡേക്ക് എനിക്ക് പായസം ഉണ്ടെങ്കിലേ ഒരു സുഖമുള്ളൂ. എല്ലാ പ്രാവശ്യം തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് തേങ്ങാച്ചോറാണ്. അമ്മച്ചി പറയാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. രാവിലെ അപ്പവും ചിക്കൻ കറിയായിരുന്നു, അത് എടുത്തിട്ടുണ്ടായില്ല. ഉച്ചയ്ക്ക് തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ്. ഉച്ചയ്ക്ക് തേങ്ങാച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ചിക്കൻ കറി അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് ചിക്കൻ കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങാച്ചോറ് അല്ലെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന തേങ്ങാച്ചോറല്ലേ, അതൊരു പ്രത്യേക സ്വാദല്ലേ, ആ ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങാച്ചോറും ചിക്കൻ കറി കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചു. വൈകിട്ട് നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ചൂടിൽ തന്നെയാണ് ചായ കുടിക്കുന്നത്. ഇപ്പോൾ കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ കഴിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്നതാണ്, പക്ഷെ കഴിക്കുന്നത് ഞാനാണെന്നേ ഉള്ളൂ. അതും കഴിച്ച് പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. വൈകിട്ടത്തേക്ക് നമ്മൾ മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. മന്തി പെട്ടെന്ന് വിളമ്പി കഴിക്കാനുള്ള ധൃതിയിലാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മന്തിയൊക്കെ പെട്ടെന്ന് വിളമ്പി പെട്ടെന്ന് കഴിച്ചിട്ട് ഇനി ഒരു കേക്ക് കട്ടിങ് കൂടി ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റായി. അതിൻ്റെ കൂടെ പായസം എടുത്തിട്ടുണ്ട് കേട്ടോ മന്തിയുടെ കൂട്ടത്തിൽ.
ഞാൻ അതൊക്കെ കഴിച്ചു. ദെൻ കേക്ക് കട്ടിങ്ങിലോട്ട് പോവാണ്. ഒട്ടും ടൈമില്ലാത്ത കേക്ക് കട്ടിംഗ് ആണ്. സോ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്ത് നിർത്താണ്. ബൈ.